പൊന്നിച്ചോ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ബ്ലാക്ക് ലോന്റെ ചാപ്റ്റർ 330 331 ആണ്. ഗൈസ് ട്രസ്റ്റ് മീ, ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിയാൻ നേരത്ത് നിങ്ങൾ ഞെട്ടിത്തരിച്ചിരുന്നു പോകും. ഉറപ്പുള്ള കാര്യമാണ്. നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് ഈ ചാപ്റ്ററിന്റെ അവസാനം നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് മറക്കാതെ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് ആസ്റ്റയുടെ ബോധം പോയി പുള്ളിക്കാരൻ നേരെ താഴത്തേക്ക് വീഴുവാണ്. അതേസമയം തന്നെ ആ ഒരു ഡെവില് ആസ്റ്റയുടെ അടുത്തായിട്ട് പറന്നു വരുന്നുണ്ട്. കുറച്ചധികം നേരം നമ്മുടെ ആസ്റ്റയെ നോക്കി ആ ഒരു ഡെവില് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് നേരെ ലൂസിഫറോട് അടുത്തേക്ക് പോകും. എന്നിട്ട് നമ്മുടെ ലൂസിഫറോടെ ഹൃദയം പുള്ളിക്കാരിനെ പറിച്ചെടുക്കുന്നുണ്ട്. ലൂസിഫറ ആ ഒരു സമയത്ത് പൊടിഞ്ഞു ഇല്ലാണ്ടും ആകുന്നുണ്ട്. എന്നിട്ട് പുള്ളിക്കാരി പറയുന്നുണ്ട്, ഇതായിരുന്നു എനിക്ക് ആവശ്യം, ഇതിനു വേണ്ടിയാണ് ഞാൻ ഇത്ര നേരം വെയിറ്റ് ചെയ്തത്, ഇനി പിന്നെ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഡെവില് ആരും തന്നെ ഉപദ്രവിക്കാതെ അവിടുന്ന് പറന്നു പോകുവാണ്. അപ്പൊ തന്നെ നമ്മുടെ യൂണോ എഴുന്നേൽക്കും. ക്യാപ്റ്റൻസും എല്ലാവരും അത്യാവശ്യം നന്നായിട്ട് തന്നെ ഹേർട്ട് ആയിട്ടിരിക്കുവാണ്. പക്ഷേ കൂട്ടത്തിൽ ഏറ്റവും മോശം അവസ്ഥയുള്ളത് യാമിക്ക് നാശിനുമാണല്ലോ. ആർക്കെങ്കിലും ഇവിടെ വന്ന് ഇവരെ ഹീൽ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അവർ രക്ഷപ്പെടുമെന്ന് നമ്മുടെ യൂണോയ്ക്ക് മനസ്സിലായി. അങ്ങനെ പുള്ളിക്കാരന്റെ മാജിക് യൂസ് ചെയ്ത് അവിടേക്ക് നമ്മുടെ മിമോസനെ കൊണ്ടുവരും. എന്നാൽ യാമിനെ നോക്കിയിട്ട് നമ്മുടെ മിമോസ പറയുന്നുണ്ട്, എന്നോട് ക്ഷമിക്കൂ, എന്റെ ഇനി ഒരു തുള്ളി മാജിക് പോലും ഇല്ല, എനിക്ക് അവരെ ഹീൽ ചെയ്യാൻ സാധിക്കത്തില്ല. പതുക്കെ എല്ലാവരും അവിടേക്ക് വരുന്നുണ്ട്. നമ്മുടെ ഗ്രേയും പറയുന്നുണ്ട്, എന്റെ കയ്യിൽ ഒരു മാജിക് ഇല്ല, എനിക്ക് അവരെ ഹീൽ ചെയ്യാൻ സാധിക്കത്തില്ല. എന്റെ കയ്യിൽ എന്റെ ഗ്രിമോർ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് അവരെ സഹായിക്കായിരുന്നു, പക്ഷേ ഇപ്പൊ എന്റെ കയ്യിൽ അതില്ലല്ലോ. അതേസമയം തന്നെ ഷാർലറ്റും അവിടെയും പതുക്കെ നടന്നു വരും. ഇത്രയെല്ലാം കഷ്ടപ്പെട്ട് ഞാൻ നിന്റെ അടുത്തേക്ക് വന്നിട്ട് ഞാൻ നിന്നെ രക്ഷിക്കാൻ നോക്കിയിട്ട് നീ എന്തുവാണ് ഈ കാണിക്കുന്നത്? എന്തിനാണ് ഇങ്ങനെ കിടക്കുന്നത്? ഞാൻ കെഞ്ചി പറയുവാണ്, യാമി എഴുന്നേക്ക്, കഷ്ടമുണ്ട്, നീ മരിക്കില്ല, എനിക്ക് നിന്നെ വേണം. എന്നിട്ട് പുള്ളിക്കാരി അവിടെ കിടന്ന് പൊട്ടിക്കരയുവാണ്, എനിക്ക് നിന്നെ വേണം, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നീ മരിക്കില്ല, എനിക്ക് നിന്നെ വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി നല്ല കരച്ചിലാണ്. പെട്ടെന്ന് നമ്മുടെ റോഗിന്റെ ആ ഒരു ലൈൻ പെട്ടെന്ന് തെളിയും. എന്നിട്ട് ബ്ലാക്ക് ബുൾസ് എല്ലാം കൂടെ അവിടുന്ന് നേരെ ഒരു സാധനത്തിൽ കയറി വരികയും ചെയ്യും. വന്ന ഉടനെ തന്നെ മിമോസക്ക് ഒരു കുണ്ടും ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ആ ഭക്ഷണം എല്ലാം കൂടെ അവളുടെ വായി കുത്തി നിറച്ച് അവളുടെ മാജിക് എല്ലാം കൂടെ അവർ റീസ്റ്റോർ ചെയ്യും. എന്നിട്ട് പുള്ളിക്കാരുടെ മാജിക് യൂസ് ചെയ്ത് അവരെ രണ്ടുപേരെ ഹീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കണ്ണ് തുറക്കുവാണ്. യാമിനെ നാച്ചിനെ നമ്മുടെ ബ്ലാക്ക് ബുൾസിലുള്ള എല്ലാവരും തന്നെ പൊതിഞ്ഞിരിക്കുവാണ്. അവർ പറയുന്നുണ്ട്, എത്രാമത്തെ വട്ടാണ് നിങ്ങളെ കിടന്ന് ചാകുന്നത്, എത്ര വട്ടം പറഞ്ഞ് ഞങ്ങൾ നിന്നെ രക്ഷിക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് നമ്മുടെ ഷാർലറ്റിനെ യാമി കാണുന്നുണ്ട്. പുള്ളിക്കാരിയായിട്ട് കണ്ണും തള്ളി പുറത്തു വന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് പുള്ളിക്കാരൻ പറയുന്നുണ്ട്, നിന്റെ സഹായമുള്ള കാരണം ഞാൻ മരിച്ചില്ല. അല്ല, പറഞ്ഞതുപോലെ നീ എന്തോ എന്നോട് പറഞ്ഞായിരുന്നല്ലോ, എനിക്കത് നന്നായി ഓർമ്മ വന്നില്ലെന്ന് പറയുന്നിടത്ത് പുള്ളിക്കാരുടെ കിളി പോയി പുള്ളിക്കാരി നേരെ താഴത്തേക്ക് വീഴും. മിമോസ നമ്മുടെ ആസ്റ്റനെ രക്ഷിച്ചിട്ടുണ്ട്. ആസ്റ്റയെ അങ്ങനെ എഴുന്നേക്കുന്നുണ്ട്. അതേസമയം തന്നെ യാമി ആസ്റ്റയുടെ തലയെ പിടിച്ച് നിരക്കിട്ട് പറയുന്നുണ്ട്, ഞാൻ നിനക്ക് എന്റെ കട്ടന തന്നപ്പോ നീ ഇങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട്. കുഴപ്പമൊന്നുമില്ല, നീ എന്തായാലും ഇത് വെച്ചോ, എനിക്ക് എന്തായാലും ഇപ്പോൾ ഒരു പുതിയ കിട്ടിയിട്ടുണ്ട്, മര്യാദ സൂക്ഷിച്ച് നടന്നോളാം പറഞ്ഞുകൊണ്ട് യാമി ആ കട്ടനെ വീണ്ടും നമ്മുടെ ആസ്റ്റയ്ക്ക് തന്നെ കൊടുക്കും. എന്നിട്ട് നമ്മുടെ ബ്ലാക്ക് ബുൾസ് എല്ലാവരും കൂടെ നമ്മുടെ നാച്ചിന് താങ്ക്സും പറഞ്ഞിട്ട് പുള്ളിക്കാരനെ വെൽക്കം ചെയ്യുവാണ്. അപ്പൊ തന്നെ നാച്ച് പറയുന്നുണ്ട്, നിന്നെയൊക്കെ കൂട്ടുള്ള വട്ടുപിടിച്ചങ്ങളുടെ കൂടെ ജീവിക്കുന്നത് എനിക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല, പക്ഷെ എന്തായാലും ഇത്തവണ ഞാനത് അങ്ങോട്ട് ചെയ്യാൻ പോകും. എന്നിട്ട് നാച്ചി നമ്മുടെ യൂണോനെ വിളിച്ചുകൊണ്ട് ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അവിടെ ആയിട്ട് യൂണോയുടെ അമ്മ ഉണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സ്പേഡ് കിങ്ഡത്തിലെ ക്യൂനായിട്ടുള്ള സിയൽ ആണ് നമ്മുടെ യൂണോയുടെ അമ്മ. തന്റെ അമ്മേനെ കാണാൻ നേരത്ത് യൂണോയ്ക്ക് തന്റെ കുട്ടിക്കാലത്തെ ചെറിയ ഓർമ്മകൾ വരികയും ചെയ്യും. പുള്ളിക്കാരും കരഞ്ഞുകൊണ്ട് യൂണോയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നീ ഒത്തിരി അങ്ങോട്ട് വളർന്നു പോയി. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും നമ്മുടെ യൂണോനെ സ്പേഡ് കിങ്ഡത്തിലേക്ക് തിരിച്ചു വിളിക്കുവാണ്. കാരണം ഇപ്പൊ ആ രാജ്യത്തിന്റെ അവകാശി നമ്മുടെ യൂണോ ആണ്. എടാ, എനിക്ക് നിന്നോട് കുറെ അധികം കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ അത് നീ ഒന്ന് അക്സെപ്റ്റ് ചെയ്യാൻ ചാൻസ് ഇല്ല എങ്കിലും എന്ന് പറയാൻ നേരത്ത് യൂണോ ഇടയ്ക്ക് കയറി സംസാരിക്കും. എനിക്ക് ഭാവിനെ കുറിച്ച് അങ്ങനെ സംസാരിക്കാമെന്ന് പറയാൻ മേല, അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നില്ല. പക്ഷെ ഞാൻ ഒരാൾക്ക് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്, ഒരാൾക്കെന്നല്ല, എന്റെ കൂട്ടുകാർക്കും എന്റെ റൈവലിനും എല്ലാവർക്കും. പിന്നെ നമ്മുടെ ആസ്റ്റനെ ലിബിനെയാണ് കാണിക്കുന്നത്. എന്നിട്ട് ആസ്റ്റ ലിബിക്ക് നന്ദി പറയുന്നുണ്ട്. കാരണം പുള്ളിക്കാരൻ നമ്മുടെ ലിബി ഉള്ള ആളാണ് ആസ്റ്റയ്ക്ക് പുള്ളിക്കാരന്റെ അമ്മേനെ കാണാൻ സാധിച്ചത്. ആസ്റ്റയുടെ അമ്മ പുള്ളിക്കാരനെ നന്നായിട്ട് തന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ. അത് അറിഞ്ഞപ്പോൾ തന്നെ ആസ്റ്റ വളരെയധികം ഹാപ്പിയാണ്. ഇടപൊട്ട, അത് എന്റെ ലൈനല്ലേ, നീ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ലിച്ചിയുടെ അടുത്ത് അവൻ ചെയ്യാൻ സാധിക്കുമായിരുന്നോ? ആസ്റ്റ, റിയലി താങ്ക്സ്. എന്തായാലും എന്റെ സ്വപ്നമൊക്കെ നിറവേറിയിട്ടുണ്ട്, ഇനി നിന്റെ മാത്രമേ ഉള്ളൂ, അത് നമുക്ക് അങ്ങോട്ട് സെറ്റ് ആക്കാം. എന്നിട്ട് വീണ്ടും നമ്മുടെ യൂണോനെ ആസ്റ്റനെ ഒരേപോലെയാണ് കാണിക്കുന്നത്. അവർ രണ്ടുപേരും അവരുടേതായ ആ ഒരു സ്വപ്നം പറയുവാണ്, അവർ വിസാർഡ് കിങ് ആകുന്നുള്ള സ്വപ്നം. എന്നിട്ട് ഒരു ക്ലോക്ക് കാണിക്കുന്നുണ്ട്. ആ ക്ലോക്കിലെ സൂചി ചെറുതായിട്ട് അനങ്ങാൻ നേരത്ത് നമ്മുടെ ക്ലോർ കിങ്ഡത്തിലേക്ക് പോകുക. നമ്മുടെ ഡമാൻഡിയോ കീറ അവിടെ കൂടെ നടന്നു പോകുന്നുണ്ട്. പുള്ളിക്കാരൻ വളരെയധികം സീരിയസ് ആണ്. പുള്ളിക്കാരൻ എന്തോ ഒന്നിങ്ങനെ കടിച്ചു പിടിച്ചു വെച്ചിട്ടിരിക്കും. എന്നിട്ട് നമ്മുടെ വിസാർഡ് കിങ്ങിനാണ് കാണിക്കുന്നത്. പുള്ളിക്കാരൻ പറയുന്നുണ്ട്, സ്പേഡ് കിങ്ഡം ആയിട്ടുള്ള ആ ഒരു ഫൈറ്റ് ഒക്കെ കഴിഞ്ഞു, പക്ഷെ എന്നിട്ടും എവിടെയൊന്നും റെഡി ആകുന്നില്ല, എനിക്ക് എന്തോ ഒരു പ്രശ്നം വരാൻ പോകുന്നു എന്റെ മനസ്സ് പറയുന്നു. പെട്ടെന്ന് നമ്മുടെ കീറ വിസാർഡ് കിങ്ങിന്റെ റൂമിലേക്ക് കയറി വരും. എന്നിട്ട് പറയുന്നുണ്ട്, ജൂലിയസ്, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. ട്രയൽ എന്ന് മുതലാണ് തുടങ്ങിയത്, അന്ന് മുതൽ ഞാൻ ഡെവിൾസിന്റെ എക്സിസ്റ്റൻസിനെ കുറിച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ ഈ മെറ്റീരിയലൊക്കെ ശേഖരിച്ചത്. ഈ ഇരിക്കുന്ന ഓരോ ഡോക്യുമെന്റ്സിനും 20 വർഷത്തിനെക്കാട്ടും കൂടുതൽ പഴക്കമുണ്ട്. അന്ന് അവർ പറഞ്ഞു വെച്ച് നോക്കാൻ നേരത്ത് ഈ മെഗിക്കുളെ അല്ല ക്ലിഫത്തിന്റെ അന്നത്തെ സൂപ്പർ
സുപ്രീം ഡെവിൽ. അന്ന് മെയിൻ ആയിട്ട് 3 ഡെവിൾസ് ആണ് അണ്ടർവേൾഡ് ഭരിച്ചിരുന്നത്. ലൂസിഫറോ എന്ന് പറയുന്ന ഗ്രാവിറ്റി മാജിക് ഉള്ളൊരുത്തൻ, അതേപോലെ തന്നെ ബ്ലാസ്റ്റ്ലെസ് എന്ന് പറയുന്ന സ്പേഷ്യൽ മാജിക് ഉള്ളൊരുത്തൻ, പിന്നെ ഒരാളും കൂടെ ഉണ്ട്, അതാണ് ആസ്ട്രോത്ത്. അവന്റെ മാജിക് ടൈമാണ്. മെഗിക്കുൾ എന്ന് പറയുന്നത് ഈ ഒരു ആസ്ട്രോത്തിന്റെ സക്സസർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കീറി എന്നിട്ട് പുള്ളിങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്, ഇത് സത്യമാണോ അല്ലയോ എന്നൊന്നും എനിക്കറിയാമല്ല, പക്ഷെ അങ്ങനെ ആകാതിരുന്നാൽ മതിയായിരുന്നു, സത്യമാകാതിരുന്നാൽ മതിയായിരുന്നു. ഞാനീ പറയാൻ പോകുന്ന കാര്യം ഒരു കോയിൻസിഡന്റ് മാത്രമാകാൻ ചാൻസ് വളരെ കൂടുതലാണ്. പക്ഷേ ഞാൻ ഈ തിരക്കിയതിൽ വെച്ച് ഈ ലോകത്ത് ഒരേ ഒരാൾക്ക് മാത്രമേ ടൈം മാജിക് യൂസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. എന്നിട്ട് നമ്മുടെ വിസാർഡ് കിങ്ങിന്റെ ഫേസ് ആണ് കാണിക്കുന്നത്. പുള്ളിക്കാരനായിട്ട് പേടിച്ച് വിറച്ചിരിക്കുവാണ്. കാരണം ടൈം മാജിക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരാൾ പുള്ളിയാണ്. പെട്ടെന്ന് നമ്മുടെ വിസാർഡ് കിങ്ങിന്റെ ആ ഒരു ഗ്രിമോർ പ്രത്യക്ഷപ്പെടും. നമുക്കറിയാം ഇതിന് ഒരു അവസാനമില്ലാത്ത ഗ്രിമോറാണ്. അതേസമയം തന്നെ ഇവിടെ അനൗൺസ്മെന്റ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ബ്ലാക്ക് ലോറിന്റെ ഫൈനൽ ആർക്ക് അങ്ങനെ തുടങ്ങിയിരിക്കുവാണ്. പെട്ടെന്ന് തന്നെ ഈ ഒരു വിസാർഡ് കിങ് നമ്മുടെ കീറയുടെ തലയിൽ വന്ന് തൊട്ടിട്ട് പറയുന്നുണ്ട്, എനിക്കറിയാം കീറ, നീ അത് സത്യമാകാതിരിക്കാൻ വേണ്ടിയാണ് പ്രാർത്ഥിച്ചതെന്ന്. വിസാർഡ് കിങ്ങിന്റെ ആ ഒരു ഗ്രിമോറും പതുക്കെ പതുക്കെ അടയാൻ തുടങ്ങും. അതിനൊരു കവർ ഉള്ള പോലെ. എന്നിട്ട് ഒരു ഗ്രിമോർ ആണ് കാണിക്കുന്നത്. 2 ക്ലോവർ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച പോലെ ഡിസൈനുള്ള ഒരു ഗ്രിമോർ. പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ജനലിൽ കൂടെ ലൂസിഫറുടെ ഹൃദയം എടുത്തുകൊണ്ട് പോയ ആ ഒരു ഡെവില് കയറി വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ലൂസിയസ് സോക്രട്ടീസ്, നീ പറഞ്ഞതുപോലെ തന്നെ എല്ലാം സംഭവിച്ചു. എന്നിട്ട് ലൂസിയസ് സോക്രട്ടീസിനാണ് കാണിക്കുന്നത്. അങ്ങനെ ദി അൾട്ടിമേറ്റ് വിസാർഡ് കിങ്ങിനെ കാണിച്ചുകൊണ്ടാണ് ഈ ചാപ്റ്റർ അങ്ങനെ ഇവിടെ അവസാനിക്കുന്നത്. അതായത് ബ്ലാക്ക് ലോറിന്റെ ഫൈനൽ വില്ലൻ മറ്റാരുമല്ല, വിസാർഡ് കിങ് തന്നെയാണ്. സോ എനിക്ക് നിങ്ങളോട് ഒരു ചോദ്യമുണ്ട്, നമുക്ക് ബ്ലാക്ക് ലോറിനെ കണ്ടിന്യൂ ചെയ്യണോ അതോ ടോക്കിയോ റിവെഞ്ചസിന് സ്റ്റാർട്ട് ചെയ്യണോ? ബ്ലാക്ക് ലോർ എന്തായാലും ഒരു 50-60 ചാപ്റ്റേഴ്സും കൂടെ ഉള്ളത് ഇനി കോട്ടപ്പാകാൻ വേണ്ടി. സോ നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ പേജ് ഇപ്പൊ തന്നെ സബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട.